എന്തെല്ലാം എണ്ണ നമ്മൾ വാങ്ങി തേച്ചിട്ടും നമ്മളെ മുടി കൊഴിച്ചിൽ മാറുന്നില്ല എങ്കിൽ ഈ ഒരു എണ്ണ ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. കാരണം അത്രയധികം നമുക്ക് റിസൾട്ട് കിട്ടിയ ഒരു എണ്ണയാണ് ഇട്ടത്. മുടിയൊക്കെ കെട്ടിറക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഗതികേടായിരുന്നു കേട്ടോ. അത്രയും മുടി കൊഴിച്ചിലുണ്ടായിട്ട് ഞാൻ എന്തെല്ലാം കുറേ എണ്ണ തേച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കുറേ എണ്ണ ഞാൻ കാച്ചി നോക്കിയിട്ടും എങ്ങനെ ആയാലും മുടി കൊഴിച്ചിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മയാണ് കേട്ടോ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒന്ന് എണ്ണ കാച്ചി വെക്കുക, അപ്പോൾ നല്ല മാറ്റം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കഞ്ഞുണ്ണിൻ്റെ ഇലയും മൈലാഞ്ചിൻ്റെ ഇല, തുളസിൻ്റെ ഇല, പിന്നെ 2-3 നാരങ്ങൻ്റെ ഇല മാത്രമേ ഉള്ളൂ കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ കറ്റാർവാഴ കൂട്ടിയിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി ഇതൊക്കെ ഒരു സെറ്റായി വരുമ്പോഴാണ് ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂവുള്ള കിട്ടിയത്, അപ്പോൾ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സഞ്ജുട്ടൻ്റെ മുടിയും ലുലുവിൻ്റെ മുടിയൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞിരുന്നു കേട്ടോ. തല തോർത്തുമ്പോൾ എനിക്ക് ഭയങ്കര ഗതികേടായിരുന്നു കേട്ടോ. ഓലെ മുടി തോർത്തി കൊടുക്കുമ്പോഴേ എന്താ വെച്ചാൽ മേലെ ആകെ മുടി ഉണ്ടാവും സഞ്ജുവിൻ്റെ ഒക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ഞാൻ കാട്ടുക ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് നമുക്ക് ഈ ഒരു എണ്ണ ഉണ്ടാക്കി വെക്കാമെന്ന്. അപ്പോൾ ഈ എണ്ണ ഉണ്ടാക്കിയിട്ട് 1 മാസം ഞങ്ങൾ ഉപയോഗിച്ചിട്ട് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേന് നല്ല മാറ്റമുണ്ട്, സഞ്ജുവിൻ്റെ മുടിയൊക്കെ കൊഴിച്ചിൽ നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചൂടാറിന് ശേഷം നമുക്കിനി ഒരു കുപ്പിയിൽ ഒഴിച്ച് വെക്കാം കേട്ടോ.